10 വീട് നന്നാക്കുവാനാവില്ല ഇന്നല്ല. പൈസ എത്തൂല എന്ന് കന്നാലും കൂടി പുരയിൽ കിടക്കുമല്ല. അങ്ങനത്തെ സ്ഥലത്തെ ഞാള് കിടക്കുന്നു. ഇതെല്ലാം കണ്ടിട്ട് ഞാള് എല്ലാരോടും പറഞ്ഞു നോക്കി. എന്നിട്ട് ആരും ആ പാകം ചിന്തിച്ചൊന്നും നോക്കുന്നില്ല. മഞ്ജു പറഞ്ഞു, ഇതാ നിങ്ങളെ 15 പണി ഇപ്പം ശരിയാക്കി തരാം. ഏടാ ഒന്നും ഒരു പറയും എൽസം കഴിയട്ടെ, എൽസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നാക്കി ഇട്ട് തരും. ഇപ്പൊ എത്ര എൽസം കഴിഞ്ഞ് ഇപ്പൊ ഒറ്റ മനുഷ്യനും കാണുന്നില്ല. നമസ്കാരം. നമ്മളൊക്കെ എന്തുമാത്രം ഭാഗ്യം ചെയ്തവരാണെന്ന് ചിലപ്പോഴെങ്കിലും ചിന്തിച്ചു പോകാറുണ്ട്. നമ്മുടെ ഇതുപോലെയുള്ള പ്രിവിലേജുകൾ ഒന്നുമില്ലാത്ത ഒരു കൂട്ടം ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുമുണ്ട്. ഇന്ന് മറുനാടൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിക്കടുത്തുള്ള കാവലുംപാറ പഞ്ചായത്തിലെ ഓടങ്കാട് ആദിവാസി കോളനിയിലേക്കാണ്. ഇവിടെ തങ്ങളുടെ വീടെന്ന സ്വപ്നം പൂവണിയിൽ നിന്ന് കാത്തിരിക്കുന്ന 10ഓളം കുടുംബങ്ങളുണ്ട്. വീടെന്ന അവരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. എന്തുകൊണ്ടോ അധികാരികൾ എന്നും അവരുടെ ആ സ്വപ്നങ്ങൾക്ക് മുന്നിൽ കണ്ണടക്കുകയാണ്. നമുക്ക് അവരുടെ ജീവിതത്തിലേക്ക് ഒന്ന് എത്തി നോക്കിയിട്ട് വരാം. ഒരു പറയുന്നുണ്ട്, പഞ്ചായത്തിന് പറയുന്നുണ്ട് റോഡ് നന്നാക്കണം, പിന്നെ കല്ല് കാറ്റുവാനാകുമല്ല റോഡ് നന്നാക്കണ്ട്. പിന്നെല്ലാം കൂടി പിന്നെ പറഞ്ഞ് ഈ പൈസ കൊണ്ട് പിന്നെ 10 വീട് നന്നാക്കുവാനാവില്ല ഇന്നല്ല. 10 വീട് ഉണ്ടാക്കാനായിട്ട് ആവില്ല എന്നാ പറഞ്ഞത്. പൈസ എത്തൂല എന്ന്. ആ പൈസക്ക് എത്തില്ല. ഇതിപ്പോ എത്ര കൊല്ലമായിട്ട് ഇതിനു വേണ്ടി നടക്കുന്നുണ്ട് ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ട്? ഇത് എത്ര കൊല്ലായിട്ട് ഈ പറമ്പ് തന്നിട്ട് കുറെ കൊല്ലമായിട്ട്. എന്നിട്ട് ഇപ്പോഴും അത് ശരിയായിട്ടില്ല അല്ലേ? അത് നമുക്ക് വീട് തന്നെ ശരിയാ. ഞാന് ഇത് നോക്കി കന്നാലും കൂടി പുരയിൽ കിടക്കുമല്ല. അങ്ങനത്തെ സ്ഥലത്തെ ഞാള് കിടക്കുന്നു. ഇതെല്ലാം കണ്ടിട്ട് ഞാള് എല്ലാരോടും പറഞ്ഞു നോക്കി. എന്നിട്ട് ആരും ആ പാകം ചിന്തിച്ചൊന്നും നോക്കുന്നില്ല. ഇനി ഞാൾ ആരോടാ പറയണ്ടേ? പിന്നെ ഒരു പറയും എൽസം കഴിയട്ടെ, എൽസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നാക്കി ഇട്ട് തരുമെന്ന്. ഇപ്പൊ എത്ര എൽസം കഴിഞ്ഞ് എൽസം കോട്ടമ്മയും റോഡും തീർത്ത ആൾക്കാരാ. ഇപ്പൊ ഒറ്റ മനുഷ്യനും കാണുന്നില്ല. അല്ലെ ഞാൻ ഉറങ്ങുന്ന സമയമില്ല, റോഡ് നിറച്ച ആളായിട്ട്. ഇലക്ഷൻ വരുന്ന സമയത്ത് എൽസം വരുന്ന സമയത്ത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ആരുമില്ല അല്ലേ? എൽസം കഴിഞ്ഞ് നോക്കുമ്പോ ആരും ഇല്ല. ആണും ഇല്ല, പെണ്ണും ഇല്ല, എല്ലാം പോയി. അമ്മയുടെ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? പിന്നെ എന്റെ മക്കൾ എഴുത്ത് ജോലിക്ക് പോകുന്നു. ഈ തൊഴിലുറപ്പിന്റെ പണിക്ക് എഴുത്ത് വീട്ടിലുണ്ട്. ഒക്കെ പോയിക്കൂടെ കുഞ്ഞിനെല്ലാം കൊണ്ട്. ഈ വീട്ടിലെ അമ്മയുടെ വീട്ടിൽ എത്ര ആൾക്കാരാണ് താമസിക്കുന്നത്? എന്റെ മക്കൾ 2 ഭർത്താവുമാര്, പിന്നെ മോന്റെ മക്കളും ഓളും. കറണ്ട് ഉണ്ടോ വീട്ടില്? കറണ്ട് ഉണ്ട്. മാറ്റെന്നാ ഇവിടെ ഒന്നും മക്കനാവില്ല. മഴ പെയ്ത് കഴിഞ്ഞു. മഴ പെയ്തുണ്ട് ഇടി എടുക്കുമ്പോ തോക്കടിച്ചിട്ട് ഞങ്ങള് വീട്ടിലെല്ലാം പോയിടും. മഴ പെയ്യുമ്പോ അല്ലാതെ പോവും, അല്ലെ വീട്ടിൽ പോവും. മോന്തിക്കെല്ലാം ഞാക്ക് പോക്ക ഇടിയെടുക്കുമ്പോ. പിന്നെ 2 വൈദ്യങ്ങൾ കൊണ്ട് ഞാക്ക് ഇവിടെ കിടക്കണ്ടേ, അതിന് പേടിച്ചിട്ട്. പോരയില്ല ഒരു സാധനം. എത്ര കൊല്ലമായി ഇപ്പൊ പറമ്പിന്റെ കാര്യങ്ങളൊക്കെ? പറമ്പ് കെട്ടിച്ച് ഇപ്പൊ ഒരു 2.5 കൊല്ലായി. 2.5 ഇവിടെ മൊത്തത്തിൽ ഇവിടെ എത്ര വീട്ടുകാരുണ്ട്? ഇവിടെ ഇപ്പൊ ഇതാ 1, 2,
3 പോരാ, ഉം. 4 പോരാ. 4 പേരുണ്ട്, 4 4. വീട്ടുകാരുണ്ട്. ആ. എത്ര ആളുകളുണ്ട് ആ വീട്ടിനകത്തായിട്ട്? ഇവിടെ മൊത്തം ഇവര് ഒന്ന് 2, ഒന്ന് 3, ഒന്ന് 4. എത്ര ആളുകൾ മൊത്തം ആളുകളുടെ എണ്ണം? ധാരാളമുള്ള എല്ലാവർക്കും ഉണ്ട്. സ്ഥലമല്ല, മൊത്തത്തിൽ ഇപ്പൊ ഇവിടെ മൊത്തത്തിൽ ഇപ്പൊ എത്ര പേര് താമസിക്കുന്നുണ്ട് ഈ ഒരു? ഇവിടെ മൊത്തം 3 ബാർപ്പാണ്. മറ്റേത് കൂട്ടണ്ട, അതുപോലെ റോഡ് എടുത്തത് ആ, ഓക്കെ. ഉണ്ട്. ഇതിപ്പോ ഗവൺമെന്റ് ഇപ്പൊ എന്താ, ഗവൺമെന്റ് ഭാഗത്ത് ഇപ്പൊ എന്താ പറയുന്നത്? ഞാനിപ്പോ എൻ്റെ പോരാ ഇവിടെ അതിനകത്ത് അല്ല, ഗവൺമെന്റ് പഞ്ചായത്തുകാർ ഇപ്പൊ എന്താ പറയുന്നത്? പഞ്ചായത്തിൽ പറഞ്ഞാൽ പോരൻ്റെ പണി ശരിയാവും. ഉടനെ നോക്കുക. പിന്നെ നമ്മളെ മഞ്ജുണ്ടായിരുന്നു, മഞ്ജു പറഞ്ഞു ഇതാ നിങ്ങളെ പതിനെൻ്റെ പണി ഇപ്പം ശരിയാക്കി തരാം. ഏടാ ഒന്നും 2.5 കൊല്ലമായിട്ട് 2.5 ആയി. എനിക്ക് പുരയില്ല ഒരു സാധനം. ഇവിടെ നിങ്ങൾ ചെന്ന് നോക്കി പതിനെൻ്റെ അകലിന് ഇട്ടാകെ ഇതുപോലെ അയച്ചു. നിങ്ങൾ ചെന്ന് നോക്കി ആക്കി എന്നാൽ നിങ്ങൾക്കറിയാം. ഇവരുടെ ഈ താമസയിടങ്ങളെ വീടെന്ന് വിളിക്കാനാവുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ കൊച്ചു കൂട്ടിലിരുന്നാണ് ഇവരും നമ്മളെപ്പോലെ ഓണവും വിഷുവും തിരുവാതിരയൊക്കെ ആഘോഷിക്കുന്നത്. കഴിഞ്ഞ ഒരുപാട് നാളുകളായി ഇവർ അധികാരികളുടെ മുന്നിൽ വെക്കുന്ന ആവശ്യവും മറ്റൊന്നുമല്ല, തങ്ങൾക്ക് കയറി കിടക്കാൻ ഉറപ്പുള്ളൊരു കൂര. അതുമാത്രമാണ് ഇവരുടെ ആവശ്യം. പക്ഷെ എന്തുകൊണ്ടൊക്കെയോ അധികാരികൾ ഇവരുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ കണ്ണടക്കുകയാണ്. നമ്മൾ പഞ്ചായത്ത് അധികൃതരുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അതിനവർ പറയുന്ന ന്യായം, ഇവർക്ക് നിലവിൽ സ്ഥലം അനുവദിച്ചിട്ടുണ്ട്, 2.5 ഏക്കറോളം സ്ഥലം വാങ്ങിയിട്ടുമുണ്ട്, വീട് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ടെൻഡർ മുൻപായിരുന്നു. പക്ഷേ എന്തൊക്കെയോ ചില കാരണങ്ങളുമുണ്ട് ആ ടെൻഡർ ക്യാൻസലായിപ്പോയി. അതിനുശേഷം പുതിയ ടെൻഡറിനുള്ള അപേക്ഷ അധികാരികൾ മുന്നോട്ട് വച്ചിട്ടുണ്ടെന്നാണ് പഞ്ചായത്ത് അധികൃതരിൽ നിന്ന് നമുക്ക് കിട്ടിയ വിശദീകരണം. എന്നാൽ ഈ വിശദീകരണം വർഷങ്ങളായിട്ട് ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കൊല്ലങ്ങളായിട്ട് ഇവർ വീടെന്ന ആവശ്യവുമായിട്ട് പഞ്ചായത്തിനെ സമീപിക്കുമ്പോൾ ഇന്ന് തരാം, നാളെ തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ മടക്കി അയക്കുകയാണ് പഞ്ചായത്ത്. എന്നാണ് ഇനി ഇവർക്ക് ഇവരുടെ വീടെന്ന സ്വപ്നം പൂവണിയുക എന്നുള്ളത് നമുക്കറിയില്ല. പ്രായമുള്ള ആ അമ്മ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ റോഡ് മുഴുവൻ ആളുകളുണ്ട്, തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ എല്ലാവർക്കും ഇവരെ ആവശ്യമുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആരും ഇവർക്ക് വേണ്ടി സംസാരിക്കാനില്ല. ഗവൺമെൻറ് അധികാരികൾ കണ്ണു തുറക്കുന്ന പ്രതീക്ഷയോടെ. കോഴിക്കോട് നിന്നും അൻവറിനൊപ്പം നിഖിൽ കക്കാടത്ത്, മറുനാടൻ TV.